പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. ഇത് വയനാട്ടിൽ അമ്പലവയൽ ഭാഗത്തുള്ളൊരു സുന്ദരൻ വീടാണ്. വീടിൻ്റെ മുമ്പിലുള്ള നല്ലൊരു പ്ലാവാണ് കാണുന്നത്. ധാരാളം ചക്കയൊക്കെ കായ്ച്ച് കിടക്കുന്ന ഒരു സൂപ്പർ നല്ല വെറൈറ്റി ഒരു പ്ലാവാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ നല്ല ഐശ്വര്യമായിട്ടുണ്ട്. ഒരു ഊട്ടി സ്റ്റൈൽ വില്ലയാണ്. നീലഗിരി വയനാട് ജില്ലയുടെ ഒരു ബോർഡർ എന്ന് പറയാം. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കൊക്കെ രണ്ടിൻ്റെ അതിർത്തിയിലായതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളായിട്ടും ബന്ധപ്പെടാനൊക്കെ വളരെ സുഖമുള്ളൊരു സ്ഥലത്താണ്, സൗകര്യമുള്ളൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 11.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 1600 സ്ക്വയർ ഫീറ്റോളം ഈ വീടിൻ്റെ ഏരിയ ഉണ്ട്. കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അതായത് മുറ്റം ഒന്ന് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കോമ്പൗണ്ട് വാളൊക്കെ ഒന്ന് ഭംഗിയാക്കിയാൽ നല്ലൊരു സൂപ്പർ വീടായി മാറും. അപ്പോൾ ഈ കാണുന്ന നല്ല ഭംഗിയിൽ പണിയെടുപ്പിച്ചുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. വെള്ളം, വഴി, കറണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ ഒക്കെ നടന്നു പോകുന്ന ദൂരത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. സ്കൂളുകളും മറ്റ് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഏരിയ തന്നെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാണുന്ന സപ്പോട്ടയാണ് ഇപ്പോൾ കാഴ്ചയെടുക്കുന്നത്. ഈ 11.5 സെൻറ്റ് സ്ഥലത്ത് തന്നെ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട്. പേരയ്ക്ക, അങ്ങനെ ധാരാളം സംഭവങ്ങൾ, മാവ്, അങ്ങനെ പല വെറൈറ്റി. ഇപ്പം ഇതിൽ തന്നെ ധാരാളം കാറ്റാടി മരങ്ങളുണ്ട്. അത്യാവശ്യം നല്ല കുരുമുളകുണ്ട്, ബട്ടർ ഫ്രൂട്ട് ഉണ്ട്. കുരുമുളകൊക്കെ ഒരുവിധം ചുറ്റും കാറ്റാടി മരങ്ങൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കുരുമുളക് വള്ളിയുണ്ട്. നമ്മളിവിടെ കാണാൻ ഓരോന്നും ഓരോ വെറൈറ്റി ഫ്രൂട്ട്സാണ്. ഇത് വീടിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. ഇത് ലിച്ചിയാണ് കേട്ടോ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട്സായ ലിച്ചി മരമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ചാമ്പക്കയുണ്ട്, മാവുണ്ട്, അങ്ങനെ ധാരാളം വെറൈറ്റികൾ. പേരയ്ക്കൊക്കെ 2-3 വെറൈറ്റി ഉണ്ട്. കുരുമുളക് കണ്ടില്ലേ, അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യം കഴിഞ്ഞാലും വിൽപ്പനയ്ക്കുള്ള നല്ല ഇനം കുരുമുളകൊക്കെ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. ഈ 11.5 സെൻറ്റ് സ്ഥലത്ത് തന്നെ ഉണ്ട്. മുരിങ്ങ, പിന്നെ ഒരു വേപ്പ്, ആര്യവേപ്പുണ്ട്, പിന്നെ കറിവേപ്പില, അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളും ഈ കുറച്ച് സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ചെറി, അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളും. നമ്മളിങ്ങനെ ആ ഒരു മുരിങ്ങയാണ് കാണുന്നത്. അപ്പം ഇനി ഈ മുറ്റത്തൊരു നല്ലൊരു പ്ലാവുണ്ട്, ധാരാളം ചക്ക കായ്ച്ചെടുക്കുക. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം വീടിൻ്റെ ആ മുൻവശത്ത് തന്നെ നല്ലൊരു ചെറിയൊരു കൊച്ചു കുളം പോലെ മോഡലിൽ നമുക്ക് മീനിനെയൊക്കെ വളർത്താനൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ വീടിൻ്റെ തൂണിൻ്റെ വർക്കുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതിൽ കല്ലിൻ്റെ വർക്കുകൾ ചെയ്തതും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കൊന്ന് പ്രവേശിക്കാം. ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്ത ചാരുപടി മോഡൽ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ട് വീട്, നല്ലൊരു ആംബിയൻസ്, ഒരു ഊട്ടിയിലൊക്കെ ഉള്ള നമ്മൾ ആ ഫീൽ കിട്ടുന്ന അതേപോലെയുള്ളൊരു സ്ഥലം തന്നെയാണ്. നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ്. വയനാടിൻ്റെ നല്ലൊരു മഞ്ഞും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് അമ്പലവയൽ ഏരിയ. നല്ലൊരു ഫീൽ ഗുഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് നമുക്കൊന്ന് ഉള്ളിലേക്ക് ഹാളിലേക്കൊന്ന് പ്രവേശിക്കാം. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് നല്ല ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ കയറുന്ന നേരെ ലിവിങ് ഹാളിൽ തന്നെ നല്ല സ്പേസ് ഉണ്ട്. സോഫ സെറ്റുകളും എല്ലാം പിന്നെ ആവശ്യമുള്ള ഫർണിച്ചറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഹാളാണ്, ലിവിങ് ഹാളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിങ് ഹാളിൽ തന്നെ ആവശ്യത്തിന് എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ടൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇൻവേർട്ടർ പോയിൻ്റ് ഉണ്ട്, ഇൻവേർട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ടൊന്നും പോയാലും ബുദ്ധിമുട്ടില്ല. നമ്മൾ ആ സ്റ്റെയറിൻ്റെ അടിയിൽ സ്പേസ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ നല്ല ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ബെഡ്റൂമൊക്കെ നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇഷ്ടംപോലെ കട്ടിൽ, അലമാര, മേശയൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. വലിയ ബെഡ്റൂമുകളാണ്. കർട്ടൻ വർക്കുകളും ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഏരിയ, ബെഡ്റൂമിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഓരോ മുകളിലും സ്റ്റോറേജ് സൗകര്യമുണ്ട്. ബാത്റൂമാണ്, ബാത്ത് അറ്റാച്ച്ഡാണ്. ബാത്റൂമൊക്കെ നല്ല ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ ക്രമീകരിച്ച യൂറോപ്യൻ
ഫിറ്റിങ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൻ്റെ അകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഹാളാണ്. ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതൊക്കെ നല്ല സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ നല്ല ബെഡ്റൂമുകൾ തമ്മിൽ നല്ല അകലം, ആവശ്യത്തിനുള്ള അകലം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ TV സ്റ്റാൻഡും അവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളിനി അടുത്തായിട്ട് പോകുന്നത് നേരെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിൻ്റെ കാഴ്ച. ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. അപ്പം 3 ബെഡ്റൂമുകൾ, നല്ല സൗകര്യമുള്ള 3 ബെഡ്റൂമുകൾ ഈ വീട്ടിൻ്റെ അകത്തുണ്ട്. എല്ലാ ബെഡ്റൂമിലും നല്ല ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കർട്ടൻ വർക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആ ബെഡ്റൂമിൽ നമ്മൾ കണ്ടില്ലേ, കട്ടിലിട്ട് കഴിഞ്ഞാലും നല്ല ആവശ്യമുള്ള സ്പേസൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ആ ഒരു ഫ്ലോറിംഗ് വർക്കൊക്കെ നല്ല ടൈലുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ആവശ്യത്തിനുള്ള ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അലമാര കൊടുത്താലും ഇഷ്ടംപോലെ സ്പേസ് വീട്ടിൻ്റെ അകത്തുണ്ട്. നമ്മളങ്ങനെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ഒന്നും കൂടെ കാണിച്ചിരിക്കുകയാണ്. ബാത്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ബാത്റൂമൊക്കെ നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമുകളും നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനിയിപ്പം അടുക്കളയിലേക്കാണ് പ്രവേശിച്ചത്. അടുക്കളയും 2 സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അടുക്കളയുടെ ഒരു സെക്ഷനാണിത്. ഇപ്പുറത്ത് കാണുന്നത് ഒരു സ്റ്റോറാണ്. അടുക്കളയിലെ എല്ലാ കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം, ഇവിടെ ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അവിടെയും ചെറിയൊരു സിങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ആ ഒരു ചിമ്മിനിയൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അടുപ്പും കത്തിക്കാം. ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെയും ചെയ്യാം. അവിടെ ഫ്രിഡ്ജിന് പ്രത്യേക ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ സ്റ്റോറും നല്ല ആവശ്യമുള്ള സ്പേസോടുകൂടി നല്ലൊരു സ്റ്റോറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈൽ വർക്കൊക്കെ ശ്രദ്ധിക്കുക. വോളിലൊക്കെ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ പുറത്ത് ഒരു എക്സ്ട്രാ ഒരു ഇന്ത്യൻ മോഡൽ ബാത്റൂം അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ അത് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെയുള്ള കണക്ഷൻസും വാട്ടർ കണക്ഷൻസും ഇലക്ട്രിസിറ്റി കണക്ഷൻസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് നമുക്ക് പ്രത്യേക ഒരു വർക്ക് ഏരിയ മോഡൽ അവിടെയും ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറൊക്കെ പ്രത്യേകം സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് അരയ്ക്കാനുള്ള കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീടിൻ്റെ ആ ഉള്ളിലത്തെ ആ ഹാളിൻ്റെ കാഴ്ച ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ഒരു നിലയാണെങ്കിലും മുകളിലേക്ക് നല്ലൊരു ഭംഗിയിൽ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ നമുക്ക് ഇപ്പം ടൈലറിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരു ഏരിയ, അങ്ങനെയുള്ളൊരു പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ഒരു ഏരിയ, അതിനുള്ളൊരു സ്പേസ് ആയിട്ട് മുകളിൽ അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു റൂം പോലെയുള്ള ഒരു സൗകര്യം മുകളിലത്തെ കോണിയുടെ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ ഇവിടെ ടൈലർ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ അതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ, ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇത് വീട്ടിലുള്ള തെങ്ങ് തന്നെയാണ്. അപ്പോൾ നല്ല വൈഡ് 360 ഡിഗ്രി വ്യൂ ഉണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. നല്ല തമിഴ്നാട്ടിൻ്റെ കാഴ്ചകളും അവിടെ ദൂരത്തുള്ള നല്ല മലനിരകളുടെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ല, ഇഷ്ടംപോലെ തേങ്ങ കായ്ച്ചെടുക്കുന്നത്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു തെങ്ങ് പറമ്പിലുണ്ട്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ആ ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇവിടുന്ന് നമുക്ക് മുകളിലത്തെ നിലയിൽ തന്നെ കാണാം. ചുറ്റും കാറ്റാടി മരങ്ങളൊക്കെ വെച്ചതും അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. സിൽവർ ഓക്ക് എന്ന് പറയുന്ന കാറ്റാടി മരങ്ങളൊക്കെ നിറച്ചുണ്ട്. അപ്പം ഇതിൻ്റെ ഈ 1600 സ്ക്വയർ ഫീറ്റിൽ ഈ പുത്തൻ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 52 ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെൻ്റെ ചാനൽ ദേവരാജ് അമ്പലവേൽ എന്ന യൂട്യൂബ് ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലും എനിക്കുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഓടിൻ്റെ കാഴ്ചയൊക്കെയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നല്ല ഭംഗിയാണ്. ആ വലിയൊരു പ്ലാവ് നിറയെ ചക്ക കാഴ്ച കിടക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, വീണ്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക, മറുപടി തരുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.